ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഫുഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കറി. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ രസം. അപ്പോൾ നല്ല നാടൻ അടിപൊളി ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നാടൻ രസം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബാ. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ രസം ഉണ്ടാക്കുന്നതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ. നമുക്ക് 2 തക്കാളി വേണം, കുറച്ച് കായപ്പൊടി വേണം, വെളിച്ചെണ്ണ വേണം, കുറച്ച് കടുക്, അതുപോലെ തന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് പൊടി വേണം, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം വേണം. അത് പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില വേണം, മല്ലി വേണം, പിന്നെ നമ്മുടെ വെളുത്തുള്ളി കുറച്ച് വേണം, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ സാദാ ജീരകം കുറച്ച് വേണം, കുറച്ച് ഉലുവ, പിന്നെ നമ്മുടെ ചുവന്ന മുളക് വളരെ കുറച്ച്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ശർക്കരയാണ്. ഒരു ശർക്കരയുടെ പകുതി ഒരു 2-3 പീസാക്കി വെച്ചതാണ്. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മല്ലിച്ചപ്പാണ് വേണ്ടത്. മല്ലിച്ചപ്പും വളരെ കുറച്ച്. ഈ കാണുന്ന സാധനങ്ങളാണ് നമ്മുടെ രസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ രസപ്പൊടി ഒന്നും എടുത്തിട്ടില്ല. തികച്ചും നാടൻ ശൈലിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. തികച്ചും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ല അടിപൊളിയായിട്ടുള്ള രസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തായാലും രസം ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നമ്മളെ രസം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ നമ്മൾ പാത്രം വെച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പുളി നല്ല പോലെ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഒരു 2-3 പ്രാവശ്യം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈ പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മളൊരു 50 ഗ്രാം പുളി എടുത്തിട്ട് ഒരു 3 പ്രാവശ്യം നമ്മൾ പിഴിഞ്ഞ് നമ്മൾ കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി നമുക്ക് ആവശ്യമുള്ള അത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിവിടെ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്താനും ആരും മറന്നു പോകരുത്. ഇനി നമുക്കിത് തിളച്ചിട്ട് ബാക്കി നോക്കാവേ. അപ്പോൾ ഗൈസ്, നമ്മുടെ പുളിവെള്ളവും അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി നമ്മുടെ അടുപ്പത്ത് ഇരിക്കുന്നുണ്ട്. ഇത് ഇവിടുന്ന് ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിവിടെ കാണുന്ന നമ്മുടെ ഈ ജീരകവും അതുപോലെ തന്നെ കുരുമുളകും, നമ്മുടെ ഈ ചെറിയ കഷ്ണം ഇഞ്ചിയും, ഈ കാണുന്ന വെളുത്തുള്ളിയും, അതുപോലെ തന്നെ നമ്മുടെ മല്ലിയും കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് ഈ സമയം കൊണ്ട് ആ പരിപാടി ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മൾ മിക്സിയിൽ ചതച്ചെടുത്തത് ഏകദേശം ഇത്രയാണ്. ഈ ഒരു ലെവലിൽ മാത്രം നമ്മൾ മിക്സിയിൽ അടിച്ചാൽ മതി. ഓവർ അങ്ങോട്ട് ഒരു ലിക്വിഡ് ഫോമിലേക്ക് ആക്കണ്ട. ഈ ഒരു കണ്ടീഷനിൽ അരച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മളെ അടുപ്പത്ത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ പുളിവെള്ളവും മുളക് പൊടിയും എല്ലാം കൂടി ഉള്ളതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച തക്കാളി 2 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള ഒരു 2 പട്ട, 2 പട്ട തന്നെ കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മല്ലിച്ചപ്പ് അരിഞ്ഞു വെച്ചത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുക. ഇനി ഇതിവിടെ കിടന്ന് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. എന്നിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാനുള്ളത്. രസത്തിൻ്റെ നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ രസത അത്യാവശ്യം തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു 1/2 കഷ്ണം ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് ഇനി കുറച്ച് നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. തിളച്ചിട്ടുണ്ടെങ്കിലും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെന്ത് വരേണ്ടതുണ്ട്. അപ്പോൾ വെന്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുപ്പിലെ തീ ഒന്ന് കുറച്ചിട്ട് കുറച്ച് നേരം കൂടി ഇത് അടുപ്പത്ത് തന്നെ വെക്കുന്നത്.
അപ്പോൾ ഗൈസ് നമ്മുടെ രസം ഇതാ അടുപ്പത്ത് കിടന്ന് നല്ല അടിപൊളിയായിട്ട് തിളച്ച് മറയുന്നുണ്ട്. ഇത് തിളച്ചാൽ മാത്രം പോരാ, ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു മുഴുവൻ സാധനങ്ങളും വേവണം. അത് പിന്നെയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഔഷധമായിട്ട് കൂടി കണക്കാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള ദഹനവും അതുപോലെയുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ചുമ, ജലദോഷം തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ ഒരു ഔഷധമായിട്ട് കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ രസം. അപ്പോൾ ഈ രസത്തിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലെ കാര്യപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല പോലെ വെന്താളെ ഈ രസത്തിൻ്റെ ഈ വെള്ളത്തിലേക്ക് നമുക്കത് ചേർന്ന് മിക്സായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സമയം രസം ഇങ്ങനെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വിഭവം കൂടിയാണ് നമ്മുടെ രസം. അപ്പോൾ ഗൈസ് നമ്മുടെ രസം അതാ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ആദ്യം നമ്മുടെ അടുപ്പങ്ങ് ഓഫാക്കണ്ട, നേരെ പാത്രം അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വറവിടുന്ന പരിപാടിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ലേശം വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഒന്ന് ചൂടായതിനു ശേഷം ലേശം കടുക് ചേർത്ത് ഒന്ന് ആദ്യം വറവിടലാണ് നമ്മുടെ പരിപാടി. അത് നമ്മൾ ലേശം കടുക് ചേർത്ത് കൊടുക്കണ്ടേ. വെളിച്ചെണ്ണ ചൂടായിട്ടില്ല തോന്നുന്നു, അതുകൊണ്ടാണ് കടുക് പൊട്ടി വരാത്തത്. വെളിച്ചെണ്ണ ചൂടായി നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചുവന്ന മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കാം. എന്നിട്ട് നമ്മുടെ വറവ് അങ്ങോട്ട് ഫ്രഷായിട്ട് ഇറക്കാം. ആ മുളകിൻ്റെയും കറിവേപ്പിലേൻ്റെയും കളറൊന്ന് മാറി വരുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതാ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ വറവ് നേരെ നമ്മുടെ തയ്യാറാക്കിയ രസത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വറവ് കൂടി നമ്മുടെ രസത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കുക. ഇപ്പോൾ അതാ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നല്ല അടിപൊളി രസമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുഴുവൻ കമൻറ്റിൽ രേഖപ്പെടുത്താൻ ആരും മറന്നു പോകരുത്.